ഹായ്. അനീഷ് ബാബു അബ്ബാസ്, ബിനോയ് ജോർജ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ പൂവ് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ ശാന്തി റാവു, മഞ്ജുളൻ കെ KPAC ലീല, മീനാക്ഷി, ശ്രുതി വിപിൻ എന്നിവരാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു 1 മണിക്കൂറും 21 മിനിറ്റാണ് ഈ ഒരു സിനിമയുള്ളൂ. ആദ്യം എനിക്ക് ഈ സിനിമയുടെ ഒരു തുടക്കം കണ്ടപ്പോൾ ഒരു യാത്രയാണ്. ആ യാത്രയിൽ അമ്മ, മകൻ, ഭാര്യ ഈ 3 പേരും ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ ഉണ്ടാവുന്ന പഴയ കാലത്തെ ഓർമ്മകൾ, പിന്നെ അവരുടെ ഓരോ കഥകള്, രസകരമായിട്ടുള്ള ഒരു സീക്വൻസുകൾ, അതാണ് ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ എനിക്ക് കണ്ടിരിക്കാൻ തോന്നിയ ഒരു 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 സംഭവം എന്ന് പറയുന്നത്. അതായത് ഇവർ പോകുന്ന ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു ഭംഗി, പിന്നെ അവർ കാണുന്ന ഓരോ കാഴ്ചകൾ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അനുഭവിച്ചിട്ടുള്ള ചില ചില ഓർമ്മകൾ, അത് വീണ്ടും ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോന്നൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു കുറഞ്ഞ നിമിഷത്തിനുള്ളിൽ. ഞാനാദ്യം പടം ഭയങ്കര സ്ലോ ആണ്. അതായത് 1 മണിക്കൂറാണെങ്കിൽ പോലും ഭയങ്കര സ്ലോവിലാണ് പോകുന്നത്. അതായത് ഒരു ഒരു സീൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ സീന് കംപ്ലീറ്റ്ലി അവസാനിച്ച് ആ ഒരു ക്യാമറയിൽ നിന്നും മാറുന്ന വരെ ആ ഒരു സീൻ എടുത്ത് പോകുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ബോറടിക്കില്ല. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ പോലും, ആ ഒരു വിഷ്വൽ ആണെങ്കിൽ പോലും നമുക്കതിങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, മലകള്, പുഴകള്, കായല്, പിന്നെ നല്ലൊരു സൂര്യാസ്തമയം കാണുന്ന ഒരു സീന്, അതുപോലെ ഒരുപാട് നല്ല നല്ല സീനുകൾ. അതായത് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഒരു വിഷ്, അതായത് എനിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ, അത് നടത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അതിൽ സംസാരിക്കുന്നുണ്ട്. അതിലെ പല കാര്യങ്ങളും ആ ഒരു സിനിമയിൽ അവർ നടത്തുന്നുണ്ട്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സൂര്യാസ്തമയം കാണുന്നത്, അതുപോലെ ഒരു പള്ളിയിൽ പോയിട്ട് അച്ഛനോട് കുമ്പസരിക്കാൻ പോകുന്ന ഒരു സീന്, അതുപോലെ ഇതിലെ മകന്റെ ഒരു വിഷ് ഉണ്ട്. മകന്റെ ഒരു വിഷ് എന്ന് പറയുന്നത്, മകൻ ചെറുപ്പത്തിൽ പ്രണയിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാമുകിയെ വീണ്ടും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു വിഷ്. അതിൽ ആ കാമുകി ഇവനെ ഒന്ന് ഹഗ് ചെയ്ത് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു വിഷ്. ഇതെല്ലാം കടന്നു പോകുമ്പോഴും പല സീനിലും ഒരു ആംബുലൻസ് പോകുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർ പോകുന്ന സീൻ എന്ന് പറയുന്നത് ഒരു മരണ വീട്ടിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവര് ആരെയോ കാണാൻ വേണ്ടി പോകുന്ന ഒരു സീനായിരിക്കും എന്നാണ് ഞാൻ അത് സിനിമയുടെ ഒരു 1/4 ഭാഗവും ഞാൻ വിചാരിച്ചത്. അതിലിടയ്ക്ക് ഒരു ആംബുലൻസിൽ മീനാക്ഷിയുടെ ക്യാരക്ടർ ഇരുന്നിങ്ങനെ പോകുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വിചാരിക്കുന്ന, പക്ഷേ അത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആരോ മരിച്ച ആരുടെ അടുത്തോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും, ഈ വണ്ടിയിലുള്ള എല്ലാവരും മരിച്ചിട്ട് ഇവരൊരു സ്വപ്ന ലോകത്തില് ഇവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, ശരിക്കും ഒരുപാട് ഓർമ്മകൾ, അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവില്ലേ, ഈ ഒരു ഇത്രയും കാലത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ഒന്ന് നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന ഒരു സംഭവം, അതുപോലുള്ള ഒരു സംഭവം ഇതിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ക്ലൈമാക്സ് സീനാണ് ശരിക്കും കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ട്. എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടറും നല്ല രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയാ, എല്ലാവർക്കും നമ്മള് ചില സമയത്ത്, ഞാൻ ഇപ്പോഴും വീണ്ടും തന്നെ പറഞ്ഞു, നടക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം മരിച്ചു പോയിട്ട് നടത്തിയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചുണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയാണെങ്കിൽ ഉഷാറായിരിക്കും. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ അതാണ് തോന്നിയത്. നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമ. എന്താ പറയാ, നമ്മളൊക്കെ ഒരുപാട് സിനിമകളൊക്കെ കാണുന്നില്ലേ, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തകരമായിട്ടുള്ള നല്ലൊരു സിനിമയാണ് ഈ പൂവ് എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങൾക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഒന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. നല്ല നല്ല കാഴ്ചകളും. പടം കുറച്ച് സ്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അവരാ പോകുന്ന വഴികള്, അതിൽ ഓരോ സീനുകള്, അവരെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളെല്ലാം രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് കേട്ടോ പൂവ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.